നമസ്കാരം. പിറവം നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പിറവത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ. ഇപ്പോൾ നമ്മോടൊപ്പം പിറവം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ തോമസ് മല്ലിപ്പുറം ചേരുകയാണ്. പിറവം നഗരസഭയുടെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേട്ടവും കോട്ടവും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. വളരെ ശക്തമായ ഒരു മത്സരം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാം ഇരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പിറവം നഗരസഭ ഭരണപക്ഷം 5 കൊല്ലം വിജയമായിരുന്നു, പരാജയമായിരുന്നു? കഴിഞ്ഞ 5 വർഷത്തെ ഭരണം തികച്ചും പൂർണ്ണ പരാജയമാണെന്നുള്ള കാര്യം ഞങ്ങളല്ല, ഇന്നാട്ടിലെ ജനങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. മഹാത്മാഗാന്ധി കുടുംബ സംഗമം കഴിഞ്ഞു, എല്ലാ ബൂത്തുകളിലും. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സ്മൃതി ജനസമ്പർക്ക പരിപാടിയുമായിട്ട് ഇന്നലെയും പാഴൂർ ഭാഗത്തൊക്കെ ഞങ്ങൾ ഓരോ വീടുകളും കയറി അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും, അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഈ നശിച്ച ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി പോയാൽ മതി എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു പ്രതികരണം. ഞാൻ പറയുന്നതല്ല. പ്രതിപക്ഷ കൗൺസിലർമാർ, പ്രതിപക്ഷ നേതാവാണല്ലോ, പ്രതിപക്ഷ കൗൺസിലർമാരോട് ഭരണപക്ഷ അംഗങ്ങളുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ പൊതുവെയുള്ള സമീപനം എങ്ങനെയായിരുന്നു? പ്രതിപക്ഷ കൗൺസിലർമാരോടൊരു ചിറ്റമ്മ നയമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ ഇപ്പോൾ റോഡ് പുനരുദ്ധാരണത്തിനൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 1 വർഷം കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലേക്കും 5.5 ലക്ഷം രൂപ വെച്ച് വീതിച്ചത്, കൃത്യമായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ഡിവിഷൻ. 2ാമത്തെ വർഷം മുതൽ അതിനുള്ള വ്യത്യാസം വന്നു. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡിലേക്ക് കൂടുതൽ തുക, പ്രതിപക്ഷങ്ങൾക്ക് കുറവ് വന്നു. കഴിഞ്ഞ വർഷത്തെ ഞങ്ങൾ ഒരാഴ്ച സമരം ചെയ്യേണ്ടത് 17ാം ഡിവിഷനിലേക്ക് ഒരു പൈസ പോലും അനുവദിക്കാത്തൊരവസ്ഥയിൽ ഞങ്ങൾ സെക്രട്ടറിയെ ഉപരോധിച്ചു. 1 വർഷത്തെ ഏകദിന ഉപവാസ സമരം വരെ നടത്തിയ ഒരു സാഹചര്യമുണ്ട്. പിൻകാലങ്ങളിൽ 3-4 വർഷം ഇങ്ങനെ പ്രതിപക്ഷത്തെ കൗൺസിലർമാർക്ക് ഒരു കുറച്ച് തുക നൽകിക്കൊണ്ട് അവഗണിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 1 വർഷം കുഴപ്പമില്ലാതെ തുല്യമായിട്ടാണ് വീതിച്ചത്. പിന്നെയുള്ള വർഷങ്ങളിൽ ഒക്കെ വിവേചനപൂർവമായ ഒരു പരിഗണനയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങളോട് ഫണ്ട് വിനിയോഗത്തിൽ വളരെ ഒരു താഴ്ന്ന സമീപനം അല്ലെങ്കിൽ തരാത്തൊരു സമീപനം നടത്തി എന്ന് തന്നെയല്ലേ പറയുന്നത്? പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകൾ 27 വാർഡുകളിൽ 14 വാർഡ് LDFന്റെ വാർഡാണല്ലോ. അവിടത്തേക്ക് എങ്ങനെയായിരുന്നു കൂടുതലായിട്ട് കൊടുത്തത്? അവിടത്തേക്ക് കൂടുതൽ കൊടുത്തല്ലോ, അതുകൊണ്ടാണല്ലോ ഇവിടെ കുറഞ്ഞു പോയത്. അപ്പൊ ഒരു വിവേചനം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്ന ഒരു കാര്യമുള്ളത്. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നോക്കിയിട്ടില്ല, ഞങ്ങൾ എല്ലാവരെയും തുല്യരായി തൃപ്തരാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ പോയെന്ന് പറയുന്നത്. അതെന്താണ് പറയുന്നവര്? അല്ല, അവർക്ക് പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെ തുല്യമായിട്ട് കൊണ്ടുപോകാനാ ശ്രമിച്ചെങ്കിൽ ഞങ്ങൾ ഒരാഴ്ചക്കാലം ഈ ഒരു ഡിവിഷനിലേക്ക് ഒന്നും തന്നില്ല എന്നുള്ള സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ വിവേചനം ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണമുന്നണി നടത്തിയ നിരവധി കാര്യങ്ങൾ, തെറ്റായതും നല്ലതുമായിട്ടുള്ള കാര്യങ്ങളെ താങ്കൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ സമീപിച്ചിട്ടുണ്ട്. താങ്കളുടെ ഒരു പ്രവർത്തന രീതി കൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തിന് ഒരുപാട് രീതിയിൽ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അവര് അതിനെ ഒന്നും മുഖവിലക്കെടുക്കാതിരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പ്രതിപക്ഷം ഒരിക്കലും ഞങ്ങൾ അതിനെ വിലക്കിയിട്ടില്ല. ഞങ്ങൾ അതിന് പൂർണ്ണ സപ്പോർട്ട് തന്നെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അവർ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പൊ അവര് പറഞ്ഞിരുന്ന അവരുടെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർ ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അവരിപ്പോ, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഭവനരഹിതർക്ക് കോച്ചേരിത്താഴത്ത് ഒരു 40 സെന്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കൊടുത്തു. അതിൽ ഫ്ലാറ്റ് പണിത് ഭവനരഹിതരായ ഭൂരഹിത ഭവനരഹിതർക്ക് അവിടെ താമസിപ്പിക്കാമെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ആ സ്വകാര്യ വ്യക്തി ആ സ്ഥലം, അത് പാടമായിരുന്നു, അത് കൺവെർട്ട് ചെയ്ത് കരഭൂമിയാക്കി പണിയണം. പക്ഷെ അത് തിരുവനന്തപുരത്ത് നിന്ന് ആരോ ഒരു ഉദ്യോഗസ്ഥർ വന്ന് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാലെന്ന് ഒരു കടലാസ് തന്നു. അപ്പോൾ അവര് ആ കടലാസ് മടക്കി വെച്ചിട്ട് ഇവരനങ്ങാതിരിക്കുക.
അങ്ങനെയൊന്നും അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഭരണസമിതിയിൽ ഇവിടെ ഭരിക്കുന്നത് LDF ആണ്, അതുപോലെ തന്നെ ഇപ്പോ കേരളം ഭരിക്കുന്നതും LDF ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇങ്ങനെ ഒരു പേപ്പർ കാണിച്ചിട്ട് പോകുമ്പോൾ ആ പേപ്പർ മടക്കി വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ഭരണസമിതി ആകണോ ഇവര്? അത് തന്നെ ഞാൻ പറയാൻ വന്നത് അത് തന്നെയാണ്. ഇപ്പോ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അത് സാധിക്കുകയില്ല, ഇത് ഭൂമി മാറ്റുന്നതിന് സാധിക്കുകയില്ലെന്ന് പറയുമ്പോൾ മടക്കി വെച്ചിരിക്കാനല്ല ഈ ഭരണസമിതി. ഇവിടെ ഇപ്പൊ ഭരിക്കുന്നത് LDF സർക്കാർ, ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDFന്റെ ഭരണസമിതി. മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ജൂലി സാബുവിന്റെ പാർട്ടിയിൽപ്പെട്ട ആളാണ് റവന്യൂ മന്ത്രി കെ രാജൻ. ഇന്നവർക്ക് സാധിച്ചില്ല, പിന്നെ എന്നാ സാധിക്കുന്നത്? അതിന് ആ ഭൂമിക്ക് ഒരു 50 മീറ്റർ ഇപ്പറയുള്ള ഒരു ഭൂമി അത് പണ്ടേ ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ അവിടെ വെള്ളക്കമ്പനി തുടങ്ങാനായിട്ട് കരഭൂമിയാക്കി ഒരു പ്രശ്നമില്ലാതെ കിടക്കുക. അപ്പോൾ ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഒന്നും അവിടെ ഇല്ല. കാരണം 50 മീറ്റർ ഇപ്പറേ ഇങ്ങനെ കെട്ടിടം പണിത് വെള്ളക്കമ്പനി തുടങ്ങാനും ഒക്കെ സാധിക്കുമെങ്കിൽ അതിന് 50 മീറ്റർ അപ്പുറേ ഉള്ളത് എന്തുകൊണ്ട് കരഭൂമിയാക്കിയെടുത്ത് ഫ്ലാറ്റ് പണിത് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യമാണ്. അപ്പോൾ ഇതിനൊന്നും അല്ല അവർക്ക് നേരം. അവർക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഉള്ള നേരമില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഉദ്ഘാടനമൊക്കെ ആയിട്ട് നടക്കും. ഇപ്പോ ക്ഷീര കർഷകർക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 2 കൊല്ലമായിട്ട് കൊടുക്കുന്നില്ല. അതിന്റെ ഒരു ഉദ്ഘാടനം, ചെയർപേഴ്സൺ ഉദ്ഘാടകനും വൈസ് ചെയർമാൻ അധ്യക്ഷനുമായിട്ട് ഉദ്ഘാടനം. തൊഴിലുറപ്പുകാർക്ക് 1000 രൂപ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഉദ്ഘാടനത്തിന്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് 1000 രൂപ കൊടുത്താൽ അതിന് ഉദ്ഘാടനം. പിന്നെ ഹരിതകർമ്മസേനയ്ക്ക് 2 സാരി വാങ്ങിച്ചു കൊടുത്താൽ അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഞങ്ങൾ കേട്ട് മടുത്തു. ഇങ്ങനെ ഓരോ ഫ്ലക്സും ഉദ്ഘാടനമായി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഉദ്ഘാടനം. നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒരർത്ഥം വേണം. എന്തെങ്കിലും ഒരു ചെറിയ 1000 രൂപ തൊഴിലുറപ്പുകാർക്ക് 1000 രൂപ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന 100 തൊഴിൽ ദിനങ്ങൾ പണിയുന്ന തൊഴിലുറപ്പുകാർക്ക് 1000 രൂപ വർഷം തോറും കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഉദ്ഘാടനത്തിന്റെ കാര്യമില്ല. അപ്പൊ ഇതിന്റെ പുറകെ നടക്കണമല്ലാതെ. പിന്നെ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ തന്നെ കൗൺസിൽ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ വന്ന് അവിടെ കരഞ്ഞുകൊണ്ട് പോയി. അവരുടെ ലൈസൻസ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാര് വേണ്ടത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാര് ചെയ്യുന്നില്ല എങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ ഭരണ നേതൃത്വത്തിന് വേണം. അതിന് പകരം കൗൺസിലിൽ വന്ന് കൗൺസിലിന്റെ വിലയേറിയ മണിക്കൂറുകൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ചട്ടം പഠിപ്പിക്കാനായിട്ട് ഞാനൊരു ദിവസം പറഞ്ഞു, കൗൺസിൽ കൂടുന്നത് അജണ്ട വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. ആ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് വീണ്ടും കൗൺസിലിന് സമയം കളയാൻ പറ്റിയായിരുന്നു. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉദ്യോഗസ്ഥന്മാര് കൃത്യമായിട്ട് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം, സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചെയ്തു കൊടുപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ ഭരണക്കാർക്കുണ്ടാകണം. ഇതൊന്നുമില്ല, ഇതിന് ഒന്നും കഴിയാതെ അവരിങ്ങനെ ഉദ്ഘാടനത്തിന്റെ പുറകെ നടക്കുന്നതുകൊണ്ടായിരിക്കും. വേറെ ആഫീസിലിരിക്കാൻ നേരെയില്ല. അപ്പൊ നിലവിലിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ആദ്യം പറഞ്ഞ പോലെ പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കാന്ന് പറഞ്ഞിട്ടത് പല കാര്യങ്ങളിലും വിമുഖത കാണിച്ചു. വീട് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ക്ഷീര കർഷകരുടെ കാര്യം, കൃഷിയിടങ്ങളിലെ കാര്യങ്ങൾ, അതുപോലെ പാവപ്പെട്ട ജനങ്ങൾ അവിടെ ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നഗരസഭയിൽ എത്തുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും ഭരണപക്ഷ അംഗങ്ങൾ അല്ലെങ്കിൽ ഭരണപക്ഷ നേതൃത്വം കൊടുക്കുന്നില്ല. പിന്നെ അവിടെ ഭരണം ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഭരണമില്ലാത്ത അവസ്ഥയാണ്. ഇന്നലെ കൗൺസിലിൽ ഒരു ഭരണമില്ലാത്തൊരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇവര് കൊട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വികസനം, നെൽകൃഷിക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളൊരു നെൽകൃഷിക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷെ നെൽകൃഷി ചെയ്യുന്നവർക്കല്ലേ സബ്സിഡി കൊടുക്കാൻ പറ്റുള്ളൂ. നെൽകൃഷി ചെയ്യാനായിട്ട് സബ്സിഡി പ്രഖ്യാപിച്ചാൽ പോരാ, അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത്. പശ്ചാത്തല സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ കൃഷി ചെയ്യൂല. കൃഷി ചെയ്തില്ലെങ്കിൽ സബ്സിഡി ആർക്കാണ് കൊടുക്കുന്നത്? ഇപ്പൊ മുളക്കുളം പുഞ്ചയില് ഒരു ബണ്ട് പൊട്ടി കിടന്നിട്ട് വർഷങ്ങളായി. ഇതുവരെ അതൊന്ന് കെട്ടി അതിന്റെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ ആർക്കാണ് ഇവർ സബ്സിഡി കൊടുക്കുന്നത്? സബ്സിഡി കൃഷിക്കാർക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇല്ലേ, ആദ്യം കൊടുത്ത കക്കാട്ടിലെ ഉദ്ഘാടനത്തിന് ഞാനും പോയത്, എനിക്ക് വളരെ സന്തോഷമുള്ള സംഗതിയാണ്. പക്ഷേ ഈ സബ്സിഡി കൊടുക്കുന്നത് കൊണ്ട് ഈ പിറവം മുനിസിപ്പാലിറ്റിയിൽ കൃഷിക്കാരുടെ എണ്ണം കുറയുന്നതല്ലാതെ കൂടുന്നില്ല. എന്താ കാരണം?
അവർക്ക് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുന്നില്ല. കൊയ്ത്ത് സമയത്ത് കൊയ്ത്തുമതി യന്ത്രം പിറവം മുനിസിപ്പാലിറ്റിയുടെ മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് 2 കൊയ്ത്തുമതി യന്ത്രങ്ങൾ കേടായി കിടക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കി അറിയാം. അതൊന്നും നന്നാക്കാനോ അല്ലെങ്കിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്താനോ ഒന്നും ഇവർ തയ്യാറാകുന്നില്ല. കൃഷിക്കാർ കൊയ്ത്താകുമ്പോൾ അന്യ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ ഓടി നടന്ന് കൊയ്ത്തുമതി യന്ത്രം വാടകയ്ക്കെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊയ്ത്ത് നടത്തുന്നു. കൊയ്ത്ത് യന്ത്രം ഇറങ്ങാത്തിടത്ത് കൊയ്യാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള സൗകര്യങ്ങൾ ഒരു കൊയ്ത്തുമതി യന്ത്രം നന്നാക്കി പിറവം മുനിസിപ്പാലിറ്റി വകയായിട്ട് കൊടുക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ഇവര് ഈ 50% സബ്സിഡി കൊടുത്ത് എന്ന് കൊട്ടിയൊഴിച്ചുകൊണ്ടുന്ന കൃഷി നടക്കുകയല്ല. കൃഷി നടക്കണമെങ്കിൽ ഇതുപോലുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കണം. ക്ഷീര കർഷകർക്കാണ് 2 വർഷമായിട്ട് ഇവരിങ്ങനെ കൊടുത്തു എന്ന് ഇങ്ങനെ കൊട്ടിയൊഴിച്ചുകൊണ്ട് നടപ്പുണ്ട്. 2 വർഷമായിട്ട് സബ്സിഡി അവർക്ക് കൊടുക്കുന്നില്ല. ഈ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നത് തന്നെ ഇവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 2 വർഷമായിട്ട് അവർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ ഈ തെങ്ങ് കർഷകർക്ക് അത് എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വളത്തിന്റെ സബ്സിഡിയാണ്. അത് വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യമൊന്നുമല്ല അത്. അപ്പൊ തോമസ് സാർ ഇപ്പൊ പറയുന്ന ഒരു കാര്യം, നിലവില് കഴിഞ്ഞ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു UDF ഭരണകാലഘട്ടം മുതലുള്ളപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരുന്നതിനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങാക്കി മാറ്റിക്കൊണ്ട് പല സമയത്തും ഉദ്ഘാടനങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും 27 ഡിവിഷനുകളായിരുന്നു പിറവം നഗരസഭയുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഡിവിഷനുകളായിട്ടും. ഈ പ്രാവശ്യം മത്സരിക്കാൻ പോകുമ്പോൾ 28 ഡിവിഷനുകളാണ് ഉണ്ടാവുന്നത്. ഈ 28 ഡിവിഷനുകളിലേക്കും കുറെ വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുകയും കുറെ വാർഡുകൾ കൂട്ടിച്ചേർക്കുകയും കുറച്ചിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ പറയാനുള്ളത്? ഇവരെ വാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും അതിന് ഒക്കെ ഡീലിമിറ്റേഷൻ നടത്തുകയും ചെയ്ത് LDFന് അനുകൂലമായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തി. പക്ഷെ ഇതൊന്നും വിലപ്പോവില്ല. കാരണം പിറവം മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. ആ ജനങ്ങളെ കൊല്ലാൻ പറ്റിയല്ലോ. ഇത് എടുത്ത് അങ്ങോട്ടിട്ടോ അതെടുത്ത് ഇങ്ങോട്ടിട്ടെന്നുള്ളതല്ലാതെ ചുരുക്കം 1-2 വാർഡുകളിൽ അല്പം മേൽക്കൈ ഉണ്ടാക്കാൻ സാധിക്കുമോ, മറ്റേ വാർഡിൽ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും അവരൊരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പാലച്ചോട് ഭാഗത്തൊക്കെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ മൊത്തം ഒരു പൊളിച്ചെഴുത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും പൊളിച്ചെടുത്ത് നടത്തി എന്തെങ്കിലും അനുകൂലമാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചതാ. 2 വാർഡ് മാത്രമൊന്നുമല്ല മാറ്റിയത്, മൊത്തം വേറെ വാർഡുകളിന്റെ ഒക്കെ അതിര് മാറ്റിയിട്ടുണ്ട്. മാറ്റിയിട്ടുണ്ടെന്ന് ലക്ഷ്യം ഇതാണ്. പക്ഷെ ആ ലക്ഷ്യമൊന്നും ഫലപ്രാപ്തിയിൽ എത്താൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം പിറവം മുനിസിപ്പാലിറ്റി ജനങ്ങൾ തന്നെയാണ്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പില് ബഹുഭൂരിപക്ഷം വാർഡുകളിൽ ഞങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴേ ചെയ്തു കഴിഞ്ഞു. ഒരു ബേസ് ഉണ്ടാക്കാതെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പറ്റില്ല. ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ മുൻപുള്ളതിനേക്കാളൊക്കെ ബഹുദൂരം മുന്നിൽ UDF ഇന്ന് എത്തിയിട്ടുണ്ട്. LDFകാർ ചേർത്ത വോട്ടിനേക്കാൾ ഒക്കെ വളരെ ബഹുദൂരം മുന്നിൽ UDFകാർ വോട്ട് ചേർക്കുന്ന എല്ലാ വാർഡുകളും. നിലവില് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യം, 27 വാർഡായിരുന്നതിന് 28 വാർഡാക്കുകയും പല വാർഡുകളെയും ആളുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയെല്ലാം ചെയ്തത് കൊണ്ടും എന്ത് കാണിച്ചാലും അടുത്ത ഭരണം 5 കൊല്ലത്തേക്ക് കിട്ടുമെന്നുള്ള അവര് തുടരുമെന്ന് പറഞ്ഞതിന് തുടരില്ല എന്നുള്ളൊരു സമീപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങള് ഇലക്ഷൻ നേരിടാനായിട്ട് എല്ലാം സുസജ്ജമായിട്ട് UDF ഒറ്റക്കെട്ടായിട്ട് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 5 ദിവസങ്ങള്, ഇന്നലെ 5ാമത്തെ ദിവസമായിരുന്നു. പല ഭാഗങ്ങളില് മുളക്കുളത്ത്, കക്കാടില്, പാടൂര്, കളമ്പൂര്, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ജനസമ്പർക്ക പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകുക. കാരണം ജനങ്ങളെ ചെന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പല മേഖലകളിൽ പ്രാവീണ്യം നേടിയ പല വ്യക്തിത്വങ്ങളുണ്ടല്ലോ ഓരോ മേഖലകൾ, അവരെ എല്ലാം അങ്ങനെയുള്ള ആളുകളെ സന്ദർശിച്ച് അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് അടുത്ത 25-30 കാലഘട്ടത്തിൽ പിറവം മുനിസിപ്പാലിറ്റി എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച ഒരു പ്രകടന പത്രിക തയ്യാറാക്കുകയും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിന് ഞങ്ങളുടെ അറിവ് പരിമിതമായിരിക്കും. കാരണം ഓരോ മേഖലയിലും അതിന് അറിവുള്ള ആളുകളോട് ചോദിച്ചു തന്നെ ചെയ്യും. കാരണം നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി
അവരുടെയും കൂടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ ഒരു പ്രകടന പത്രിക തയ്യാറാക്കി അടുത്ത 25-30 വർഷത്തേക്ക് UDF പിറവം മുനിസിപ്പാലിറ്റി ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ കൂടെ 26 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ LDF ഭരണം മാറുമെന്നുള്ള കാര്യത്തിലും കേരളത്തിലെ ജനങ്ങൾക്കൊന്നും സംശയമില്ല. അപ്പോൾ സംസ്ഥാന ഭരണവും ലഭിച്ച് മുനിസിപ്പാലിറ്റി ലഭിച്ചാൽ അടുത്ത 5 വർഷത്തേക്ക് പിറവത്ത് ഒരു നല്ല മാറ്റം, ഒരു അത്ഭുതങ്ങൾ സംഭവിക്കത്തക്ക രീതിയിൽ 2 ഭരണവും കൂടി ചേർന്നാൽ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആദ്യം ചെയ്യുന്നത് നമ്മുടെ പിറവത്ത് ഗതാഗത കുരുക്ക് അഴിക്കുക എന്നുള്ളതാണ്. അതിനൊരു ബദൽ സംവിധാനം നേരത്തെ തന്നെ ആലോചിച്ച് UDFന്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന കാലത്ത് നമ്മുടെ ബജറ്റിൽ തുക അനുവദിച്ചതാണ്. പക്ഷേ LDF ഭരിക്കാൻ കയറി പിണറായി വിജയൻ 10 വർഷം ഭരിച്ചു, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. ഇവരൊക്കെ പലരും ഇങ്ങനെ പറയുന്നത് കേട്ടു, അത് ആ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ അതൊക്കെ UDFന്റെ കുറ്റം കൊണ്ടാ എന്നാണ് പറയുന്നത്. ഇവർക്ക് 10 കൊല്ലമായിട്ട് ചെയ്യാൻ പാടില്ല, ചെയ്യാമായിരുന്നല്ലോ. LDF സംസ്ഥാനം 10 കൊല്ലം ഭരിച്ചു. എന്തെങ്കിലും ഒരാലോചന പോലും, എക്സൈസ് കടവിന്റെ പാലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു സമാന്തര പാലം വരാതെ പിറവത്തെ ഗതാഗത കുരുക്ക് പരിഹാരം ഉണ്ടാകിയാണ്. അപ്പോ ഒരു ചോദ്യം. അപ്പൊ നിലവിലിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാല് UDFന്റെ പല നേതാക്കന്മാരും ഇവിടെ ഒന്ന് പറഞ്ഞ കാര്യമുണ്ട്. എക്സൈസ് കടവ് പാലത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആഗ്രഹിച്ചതാണ്, നടന്നില്ല. പിന്നീട് വന്ന LDF സർക്കാർ വന്നിട്ട് നടന്നില്ല എന്നുള്ള ഒരുപാട് വാക്പ്രതിവാദങ്ങളും പരസ്പര സംസാരങ്ങളൊക്കെ വന്നു. എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് പിറവം നഗരസഭ തിരിച്ചുപിടിച്ച് UDF അധികാരത്തിലെത്തുകയും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് UDF തന്നെ കേരളം ഭരിക്കുകയുമാണെങ്കിൽ പിറവത്തെ ഈ വികസന നേട്ടമായ ഈ എക്സൈസ് കടവ് പാലം കൊണ്ടുവരുവാനുള്ള മുൻകൈ താങ്കൾ എടുക്കുമോ? തീർച്ചയായിട്ടും അതായിരിക്കും. UDF മുനിസിപ്പാലിറ്റിയുടെ ഭരണം കിട്ടുകയും UDFന് സംസ്ഥാന ഭരണം കിട്ടുകയും ചെയ്താൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന ഒരു വിഷയം അതുതന്നെയായിരിക്കും. കാരണം അത് അത്യാവശ്യമാണ്. ഇവിടെ ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി, ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഒരു ജംഗ്ഷനിൽ നിർത്തി അത് നിയന്ത്രിക്കാൻ പോലും ഇന്നത്തെ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല. ഇംപ്ലിമെന്റേഷൻ ആകണമെങ്കിൽ അതിന് അധികാരപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നിന്ന് അത് നിയന്ത്രിക്കണമെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകും. പിറവത്തിന്റെ MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് 10 വർഷക്കാലമായിട്ട് അദ്ദേഹം പിറവത്തേക്ക് വികസന പ്രവർത്തനം കൊണ്ടുവന്നില്ലെന്നും നഗരസഭയെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുള്ള ഒരു ആരോപണമുണ്ട്. അതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? അത് ആരോപണമൊക്കെ ഞാൻ കേട്ടു. MLAക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം MLAക്ക് പിറവം നഗരസഭ തന്നെയല്ല, 10 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ, 2 മുനിസിപ്പാലിറ്റി എല്ലാം തിരുവാങ്കുളത്തിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി, തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ അനുസരിച്ച് പിറവം മുനിസിപ്പാലിറ്റിയിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ, റോഡുകൾ തരുന്നു പറയുമ്പോൾ എനിക്ക് ഒരു റോഡ് കിട്ടി. അങ്ങനെ എല്ലാവർക്കും തന്നെ UDFന്റെ മെമ്പർമാർക്ക്, കൗൺസിലർമാർക്ക് തന്നെയല്ല, LDFന്റെ കൗൺസിലർമാർക്കും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കക്കാട് പമ്പ് ഹൗസിലേക്ക് ജംഗ്ഷനിൽ നിന്നുള്ള ആ റോഡിന്റെ 25 ലക്ഷം രൂപ MLAയുടെ ഫണ്ടാണ്. ബാക്കി തികഞ്ഞിട്ട് കുറച്ച് മുനിസിപ്പാലിറ്റി ഫണ്ടുകളെ ഇട്ട് അത് പൂർത്തിയാക്കി ചെയ്യുന്നു. അതുപോലെ 3-ാം വാർഡിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ LDFന്റെ വാർഡുകളിൽ MLA കൊടുക്കുന്നുണ്ട്. അതിന് ഒരു വിവേചനം കൂടാതെ UDFന്റെ വാർഡുകളിൽ ഇവര് ഞങ്ങൾക്ക് കുറച്ച് തന്നപ്പോൾ ഇത് ഒക്കെ കിട്ടിക്കൊണ്ടാണ് ഞങ്ങളത് കോമ്പൻസേറ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ട്, നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് MLAയുടെ ഒരു സഹായം കൂടി ഉള്ളത് കൊണ്ടാണ്. അത് പിന്നെ MP-യുടെ ഫണ്ട്, MP-യുടെ കാര്യം ഇപ്പൊ MLAയുടെ ചോദിച്ചത്, MP-യും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്ന 1 വർഷം ആകുന്നല്ലേ ഉള്ളൂ, അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MP ജയിച്ച് 15 ദിവസത്തിനകം അവിടെ ആ കൊച്ചുപള്ളിയുടെ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇട്ട് അത് പെരുന്നാളിനോടനുബന്ധിച്ച് തെളിച്ചു. ഇപ്പോൾ ഇന്നലെ കൗൺസിലിൽ MP-യുടെ ഒരു 5 മിനി ഹൈമാസ്റ്റ് ലൈറ്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് ഒരു അജണ്ട ചെയർപേഴ്സൺ അവതരിപ്പിച്ച് അത് പാസ്സാക്കി കൊടുത്തേക്കും. അപ്പോൾ MP-യോട് അങ്ങനെയുള്ള ഫണ്ടുകളും അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നതിന് അതൊന്നും പ്രശ്നമില്ല അല്ലെ? സാധാരണ പ്രതിപക്ഷത്തിനോട് അല്ലെങ്കിൽ പ്രതിപക്ഷ കൗൺസിലർമാരോട് കൊടുക്കുന്നതിനാണ് അവർക്കൊരു യോജിപ്പുള്ളത്. അല്ല, അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോ MP-യോട് ഹൈമാസ്റ്റ് ലൈറ്റ് ചോദിച്ചത് ഞാനും ചെയർപേഴ്സണും MP-യുടെ ഒരു വേദിയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചോദിച്ചതാണ്.
കാരണം നമ്മളത് വിറോധത്തിന് വേണ്ടിയിട്ടാണല്ലോ, നമ്മളത് വാങ്ങിച്ചെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. MP തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഇന്നലെ കൗൺസിലിൽ അത് ഒരു 4-5 സ്ഥലത്തിന്റെ പേരൊക്കെ അപ്രൂവ് ചെയ്ത് MP കൊടുക്കാമെന്ന് പറഞ്ഞ്, അപ്പൊ അങ്ങനെ ചോദിക്കുന്നതൊന്നും കൊടുക്കാനായിട്ട് ഒരു വിമുഖതയും കാണിക്കാത്ത MLA യും MP യും ആണ്. പിന്നെ അവർക്ക് അവരുടെ ആസ്തി വികസന ഫണ്ടിലോട്ട് കിട്ടുന്നതിന്റെ വീതം വെച്ചല്ലേ. MP ക്ക് 7 നിയോജകമണ്ഡലം ഇതുപോലെ ഉണ്ട്, പിറവം പോലെ. അപ്പോൾ അതിന്റെ ഒരു വീതമാണ് ഇപ്പോ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം പരമാവധി സഹകരിക്കുന്നു. അതുപോലെ MLA യും നമുക്ക് വികസനത്തിനായിട്ട് ചോദിക്കുമ്പോൾ LDF ഉൾപ്പെടെയുള്ള പൗരസഭ ചോദിക്കുമ്പോൾ ഒരു വിമുഖതയും കൂടാതെ അത് കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവും അഭിപ്രായവും. മറ്റൊരു ചോദ്യം, ഇപ്പോൾ നഗരസഭയുടെ ഭരണപക്ഷ അംഗങ്ങൾ ഇവിടെ വന്ന് ചർച്ചയിൽ വന്ന് പങ്കെടുത്ത മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യം, വികസനത്തിന്റെ പാതയിൽ നിൽക്കുമ്പോൾ താലൂക്ക് ആശുപത്രിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്നത്. ആയുർവേദ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും കഴിഞ്ഞ 10 വർഷക്കാലം UDF ഭരിച്ചപ്പോഴുണ്ടായിരുന്നതിനേക്കാളും വികസനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, അത് എടുത്തു പറഞ്ഞ് തന്നെ ഞങ്ങൾ വോട്ട് പിടിക്കും, ജയിക്കും എന്ന് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ആയുർവേദ ആശുപത്രി നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഇല്ലാതെ അതിനകത്ത് വേറെ പണിയാൻ പറ്റുള്ളൂ. ആയുർവേദ ആശുപത്രി ഉണ്ടാക്കിയത് തന്നെ അതിന്റെ സ്ഥലം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ TN ജേക്കബ് MLA ആയിരുന്ന കാലത്താണ്. അന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 80കളിൽ ആണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് അപ്പുറം ഒരു 10 ബെഡുള്ള ഒരു ആശുപത്രി OP ആയിട്ടൊക്കെ 10 ബെഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഇവിടെ 50 ബെഡായിട്ട് വികസിപ്പിക്കാനായിട്ട് സ്ഥലം വാങ്ങിച്ചു. അന്ന് 80കളിൽ 2000 രൂപ ഞാൻ സംഭാവന ഭൂമി വാങ്ങി കൊടുത്ത. 80കളിൽ 2000 എന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് ശമ്പളം 420 രൂപയാണ്. നിങ്ങളത് ഓർക്കണം. അപ്പൊ ഞാൻ PF നിന്ന് ലോൺ എടുത്താണ് 2000 രൂപ കൊടുത്ത് 6 മാസം കൊണ്ടാണ് അത് അടച്ച്. ഇന്ന് 2000 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ശരിയാ. പക്ഷെ അന്നത്തെ 2000 എന്ന് പറയുന്നത് വളരെ വലിയ തുകയാണ്. ഞാൻ കൊടുത്തിട്ട് പറയല്ലേ. അപ്പൊ അങ്ങനെ നാട്ടുകാരെ, ഞാൻ തന്നെയല്ല, നാട്ടുകാരെ എല്ലാവരും സഹകരിച്ച് ബേസ് ഉണ്ടാക്കി അവിടെ TN ജേക്കബിന്റെ കാലത്ത് ഒരു സമിതി ഉണ്ടാക്കി സ്ഥലം വാങ്ങി. അന്നത്തെ സർക്കാർ ആ കെട്ടിടം പണിത് ഒരു ബേസ് ഉണ്ടാക്കി. ഇന്ന് ഞാനിപ്പോ അവര് ഒന്നും ചെയ്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനനുബന്ധമായി ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ അട്ടിപ്പേർ അവർ അവകാശപ്പെടുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാലാകാലങ്ങളിൽ വരണ്ട പരിവർത്തനങ്ങൾ ഒക്കെ എല്ലാവരും ചെയ്യുമല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നല്ലാതെ ഇത് കൊട്ടിഘോഷിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ താലൂക്ക് ആശുപത്രിയിൽ ഒരു പേവാർഡ് ഇരുന്ന ആ കെട്ടിടം പൊളിച്ചു പണിതാണ് ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ടാക്കി. ഒന്നാമത് ആ കെട്ടിടത്തിന്റെ പ്രമൈസസ് വളരെ ഏരിയ കുറവാണ്. അപ്പോ ഒരു കെട്ടിടം ഇരുന്ന സ്ഥലത്ത് പൊളിച്ചു മാറ്റി പാർക്കിംഗ് ഉണ്ടാക്കാൻ, പാർക്കിംഗ് ഏറ്റവും അത്യാവശ്യമാണ്, നല്ല കാര്യമാണ്. പക്ഷെ അതിനുള്ള ഒരു ആലോചനയും പ്രപ്പോസലും വെച്ച് കഴിഞ്ഞ് ഞാൻ പറയും അവിടെ പാർക്കിംഗ് അടിനില പാർക്കിംഗ് ആയിട്ട് നമുക്ക് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കെട്ടിടം പണിത് ഉപയോഗിക്കത്തക്ക രീതിയിൽ വേണമായിരുന്നു. അതാ എൻ്റെ വ്യക്തിപരവും ശക്തമായ അഭിപ്രായം. കാരണം അവിടെ അടിയിൽ ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് സ്ഥലപരിമിതി കൊണ്ട്, സ്ഥലം ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ പാർക്കിങ്ങിനൊന്നും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ താഴെ പാർക്കിംഗ്, മുകളില് മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് പണിത് കഴിഞ്ഞാൽ അവിടെ ഈ മുറികള് താമസിക്കാനും പേവാർഡും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള രീതിയിലേക്ക് ചിന്തിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവിടെ അത്രയും സ്ഥലം വേസ്റ്റ് ആക്കി എന്ന് പറയല, വേസ്റ്റ് അല്ല, പക്ഷെ കൂടുതൽ പ്രയോജനപ്രദമായിട്ട് ചെയ്യാനായിട്ടുള്ള ആലോചന ചെയ്യാമായിരുന്നു. ഈ ആലോചന യോഗത്തിലൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിനെക്കുറിച്ച് അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനുള്ള ആലോചനയൊന്നും അല്ല. ഇങ്ങനെ അവിടെ ഗേറ്റ് ഇത്ര രൂപ അതിലോട്ട് അലോട്ട് ചെയ്ത് അവിടെ പണികൾ കാണുന്നു. 2 ഗേറ്റ് അടുപ്പിച്ചടുപ്പിച്ച് നല്ല ഭംഗിയാണ് നോക്കുമ്പോൾ ലുക്ക്. പക്ഷെ അതിന് ലുക്ക് അതൊക്കെയാണ് അവര് ഇപ്പോ താലൂക്ക് ആശുപത്രിയിലേക്ക് വന്ന് അവിടെ പഴയ ആശുപത്രിയാണോ? ശരിയാ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിയാ. 2 ഗേറ്റും ഒരുപോലെ മെറ്റൽ ബോർഡൊക്കെ വെച്ച് നല്ല ലുക്കാണ്. പക്ഷെ അതിന്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറും ഡോക്ടേഴ്സിന്റെ എണ്ണവും എല്ലാം അതല്ലേ നമുക്ക് ഇത് വേണ്ടെന്നല്ല. ഇതിന് ഞാൻ അത് വേണ്ടെന്നോ അല്ലെങ്കിൽ അത് ചെറുതായി കാണാം. പക്ഷെ മുൻതൂക്കം കൊടുക്കേണ്ട സംഗതികളിൽ അവിടെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തിൽ ഒരു ഡോക്ടറേ ഉള്ളൂ. അവിടെ രോഗികളൊക്കെ വളരെ കഷ്ടപ്പെടുന്ന രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനും കൂടി അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട കാര്യം. അല്ലാതെ പുറത്ത് മോടി പിടിപ്പിച്ചത് കൊണ്ട്
മാത്രം കാര്യമല്ല, അത് വേണം. പുറം വെളുത്തിട്ട് അകം വെളുക്കുന്നില്ല. വെളുക്കാതിരുന്നിട്ട് കാര്യമില്ല. അത് നല്ല കാര്യമാണ്. അതിനെ മോശമായി കണ്ടുകൊണ്ട് നാളെ അതിനെ ഒന്നും പറയേണ്ട കാര്യമില്ല. അത് നല്ല കാര്യമാണ്. പക്ഷെ അതിന്റെ അകത്തുള്ള ആവശ്യത്തിന് മരുന്ന് വേണം, മറ്റു കാര്യങ്ങളും ഒക്കെ ഡോക്ടർമാരെ ആവശ്യത്തിന് വേണം, നഴ്സുമാരെ ആവശ്യത്തിന് വേണം. അങ്ങനെയുള്ള സംഗതികൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേണം. എന്തായാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും കയ്യിൽ നിന്ന് പോയ ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു വലിയ എന്നാ പറയുക, അതിന് പറയുന്ന വലിയൊരു രീതിയിലുള്ള പ്രചരണം തന്നെ UDFന്റെ നേതാക്കന്മാരും അണികളും എല്ലാം നടത്തി കഴിഞ്ഞു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായിട്ട് 28 വാർഡുകളും തിരിച്ചു പിടിച്ച് ഭരണമുന്നണി ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതിയെ താഴെ ഇറക്കിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉള്ള ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ അല്ലെ? തീർച്ചയായിട്ടും. കാരണം അതിന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാവുമല്ലോ, ഞങ്ങൾക്ക് 100% ശുഭാപ്തി വിശ്വാസമുണ്ട്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ബേസ്മെന്റ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഇട്ട് കഴിഞ്ഞു. പ്രകടന പത്രികയിലുള്ളത് ഒരു കാര്യങ്ങളാണല്ലോ സാധാരണ ഓരോ ഭരണസമിതികളും ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യാതെ ഇപ്പൊ ഈ 5 കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ ദിവസം UDFന്റെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു സെന്റ് സ്ഥലം മേടിക്കാനോ അതിനു വേണ്ടിയിട്ട് ഒരു മൂവ്മെന്റ് നടത്താനോ ഈ LDF ഭരണസമിതിക്ക് സാധിച്ചില്ല എന്ന ഒരു ആരോപണം നടത്തിയല്ലോ. എന്താണ് പ്രതിപക്ഷ നേതാവിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അതാ ഞാൻ പറഞ്ഞു വന്നു. പ്രകടന പത്രികയിൽ അവർ പറഞ്ഞു ഒരു സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്തി സ്റ്റേഡിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ പാലത്തിന്റെ അവിടുന്ന് നമ്മുടെ ആറ്റുതീരം പാർക്കിലേക്ക് രാവിലെ നടക്കാനുള്ളവർക്കൊരു വാക്ക് വേ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഭവന പുനരുദ്ധാരണത്തിന് 3 വർഷം കൊണ്ട് 420 വീടുകൾക്ക് 2,10,00,000 രൂപ, 50,000 രൂപ വെച്ച് 2,10,00,000 രൂപ 3 വർഷം കൊണ്ട് മുടക്കി 420 ഭവനങ്ങൾക്ക് 50,000 രൂപ വെച്ച് മെയിൻ്റനൻസിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 100 വീട് ഇതുവരെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ 2 മാസമേ ഉള്ളൂ. അത് 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം വിജ്ഞാപനം ഉണ്ടാവും. ഇത് ഇവര് എന്ന് കൊടുത്തു തീർക്കാൻ, അങ്ങനെയുള്ള നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഈ 5 കൊല്ലത്തെ ഭരണം തികച്ചും ഒരു പരാജയമാണ്. അവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നിറവേറ്റുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു തികഞ്ഞ പരാജയമായ ഒരു മുനിസിപ്പൽ ഭരണം അത് ഇനി തുടരാനായിട്ട് ഞങ്ങളിപ്പോ ഈ വീടുകളിൽ കയറി, ഞാനിപ്പോ അവിടെയൊക്കെ എല്ലാ വീടുകളിലും ഞങ്ങൾ 4-5 പേര് കൂടി നോട്ടീസൊക്കെ കൊടുത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം, ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടാമോന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങളൊന്നും ഇറക്കണ്ട, ജനങ്ങൾ ഇറക്കിക്കോളും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജനങ്ങൾ ഇറക്കിക്കോളും. അപ്പൊ ഒരു സംശയമില്ല, അടുത്ത ഭരണം UDF പിറവം മുനിസിപ്പാലിറ്റി ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. UDF ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒറ്റമുനയായിട്ട് നിന്ന് പ്രവർത്തിച്ച് ഞങ്ങളത് നേടിയെടുക്കും. തന്നെയുമല്ല, അടുത്ത സംസ്ഥാന ഭരണവും ഞങ്ങൾ കേരളത്തിലെ ഒരു ഭരണമാറ്റം ഉണ്ടാകും. UDFന്റെ ഒരു മുഖ്യമന്ത്രി അടുത്ത സംസ്ഥാനത്ത് ഭരിക്കാൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത 2025-30 കാലഘട്ടത്തിൽ പിറവത്ത് സമഗ്രമായൊരു മാറ്റം, നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ കുറച്ച് സമയമാണ് നമ്മുടെ ഈ ചാനൽ ചർച്ചയിൽ ഉള്ളതെങ്കിലും വളരെ വിശദമായ രീതിയിൽ തന്നെ പിറവം നഗരസഭയുടെ ഭരണസമിതി ഇതുവരെ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നടത്തിയിട്ടുള്ള വികസനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ തോമസ് വല്ലിപ്പുറം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 28 ഡിവിഷനുകളിലും UDFന്റെ ശക്തരായ സ്ഥാനാർത്ഥികൾ വരുമെന്നും ഒപ്പം ഇവിടുത്തെ പിറവത്തെ ജനങ്ങൾ ഒപ്പം നിന്നുകൊണ്ട് കൂട്ടായ പരിശ്രമത്തിലോടുകൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് UDF പിറവം നഗരസഭ തിരിച്ചു പിടിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ശ്രീ തോമസ് വല്ലിപ്പുറത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.